സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവറിങ് പ്ലാന്റ്സിൽ 2 ടൈപ്പ് വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും അവരുടെ ഫ്ലവറിങ് പാറ്റേൺ അനുസരിച്ച്. ഒന്ന് മോണോകാർപ്പിക് എന്ന് പറയും. ആദ്യത്തെയാണ് മോണോകാർപ്പിക്. മോണോകാർപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്പാനിൽ മോണോകാർപ്പിക് കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റ്സുകളുടെ ലൈഫ് സ്പാനിൽ അവർ ഒരിക്കൽ മാത്രമേ അവർ ഫ്ലവർ ചെയ്യുള്ളൂ. ഓൺലി വൺസ് ഇൻ ദെയർ ലൈഫ് ടൈമാണ് അവർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരുപാട് നമ്പർ ഓഫ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് അവരുടെ ലൈഫ് സ്പാൻ അവിടെ തന്നെ കഴിയും, ഡൈ ചെയ്തു പോകും. സോ വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം അവർ മാക്സിമം നമ്പർ ഓഫ് ഫ്ലവർ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ലൈഫ് സ്പാൻ അവിടെ തന്നെ എൻഡ് ചെയ്യണം. അങ്ങനത്തെ പ്ലാന്റ്സുകളാണ് മോണോകാർപ്പിക് എന്ന് പറയുന്നത്. ഈ മോണോകാർപ്പിക്കിൽ എക്സാമ്പിളായിട്ട് വരുന്നത് ആനുവൽസ് ആൻഡ് ബൈനിയൽസ് ആണ്. അപ്പോൾ നമുക്കറിയണം എന്താണ് ആനുവൽസ്. ആനുവൽസ് ആൻഡ് ബൈനിയൽസ്. ആനുവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്പാൻ ഒരു വർഷം കൊണ്ട് 1 ഇയറിൽ വിത്തിൻ 1 ഇയർ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ആനുവൽസ്. അത് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കേണ്ട പേരാണ് ബൈനിയൽ. സോ വിത്തിൻ 1 ഇയർ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ എല്ലാ ഫേസിലും കടന്നുപോയി വിത്തിൻ 1 ഇയർ അവർ എൻഡ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആനുവൽസ് ആണ്. ബൈനിയൽസ് ആണെങ്കിൽ 2 വർഷം എടുക്കുന്നുണ്ടെങ്കിൽ ബൈനിയൽ. മോർ ദാൻ 2 ഇയേഴ്സ് 2 വർഷത്തിൽ കൂടുതലാണ് അവരുടെ ലൈഫ് സൈക്കിൾ പോകണമെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കേണ്ട പേരാണ് പെരിനിയൽ. സോ മോണോകാർപ്പിക്കിൽ വരുന്നത് ഇവർ 2 പേരാണ്. എല്ലാ ആനുവൽസും ബൈനിയൽസും മോണോകാർപ്പിക് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത്. ഓൺലി വൺസ് ആണ് അവരുടെ ലൈഫ് ടൈമിൽ അവർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്ത് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് അവർ ഇല്ലാണ്ടാവുന്നുള്ളൂ. അതിൽ നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ആൾക്കാർ ആനുവൽസിൽ നമുക്ക് കുറച്ച് പേര് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആനുവൽസ് വരുന്നത് എക്സാമ്പിൾ റൈസ് ആനുവലാണ്. പിന്നെ നമ്മുടെ വീറ്റ് ഒരു ആനുവലാണ്. പിന്നെ നമ്മുടെ മാരിഗോൾഡ് അതൊരു ആനുവലാണ്. അതായത് വൺസ് ആണ് ഒരു ഇയറിലാണ് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണത്. 2 വർഷം എടുത്ത് കംപ്ലീറ്റ് ചെയ്യണ ബൈനിയൽസിന് എക്സാമ്പിളാണ് ക്യാരറ്റ് ആൻഡ് റാഡിഷ്. ഇത് ബൈനിയൽസ് ആണ്. സോ ആനുവൽസും ബൈനിയൽസുമാണ് മോണോകാർപ്പിക്കിൽ വരുന്നത്. ഇനി ഇതിൽ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ മെക്കാനിസം ആയിട്ടുള്ള ഒരു ഫ്ലവറിങ് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പീഷീസാണ് ബാംബൂ സ്പീഷീസ്. ബാംബൂ സ്പീഷീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരും അവരുടെ ലൈഫ് സ്പാനിൽ അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ ഒരിക്കൽ മാത്രമേ ഫ്ലവർ ചെയ്യുള്ളൂ. എന്നിട്ട് മാക്സിമം നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ ഡൈ ചെയ്ത് പോകും. അത് ഏകദേശം അവർ വൺസ് ഇൻ 50 to 100 ഇയേഴ്സ് 50 to 100 ഇയേഴ്സിലാണ് അവർ ഫ്ലവർ ചെയ്ത് അവർ മാക്സിമം നമ്പർ ഓഫ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഇല്ലാണ്ടാവുന്നത്. ഇതൊരു സ്പെഷ്യാലിറ്റിയാണ് ബാംബൂ സ്പീഷീസ്. ബാംബൂ സ്പീഷീസ് 50 to 100 ഇയേഴ്സിൻ്റെ ഇടയിൽ വൺസ് ആണ് അവർ ഫ്ലവർ ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഇല്ലാണ്ടാവുന്നത്. വേറൊരു പ്രത്യേകതയുള്ള വേറൊരു പ്ലാന്റാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന് പറഞ്ഞൊരു ചെടി. സ്ട്രോബിലാന്തസ് കുന്തിയാന. ഇത് മറ്റാരുമല്ല, നമ്മൾ ഊട്ടി അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. നീലക്കുറിഞ്ഞി എന്ന് പറയപ്പെടുന്ന ചെടിയാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. ഈ സ്ട്രോബിലാന്തസ് കുന്തിയാനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വൺസ് ഇൻ 12 ഇയേഴ്സ് 12 വർഷം കൂടുമ്പോൾ മാത്രമേ ഇവർ ഫ്ലവർ ചെയ്യുള്ളൂ. അതാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന അല്ലെങ്കിൽ നീലക്കുറിഞ്ഞി. ഇവരുടെ പ്രത്യേകത ഒരു 12 വർഷം കൂടുമ്പോൾ മാത്രം ഫ്ലവർ ചെയ്യണത് കൊണ്ട് അവർക്ക് വളരെയധികം ആ ഫ്ലവർ ഉണ്ടാവുന്ന സമയത്ത് അത് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ പ്ലേസ് ആയിട്ട് മാറും. ഇത് ലാസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് സെപ്റ്റംബർ ടു ഒക്ടോബർ 2006 ലാസ്റ്റായിട്ട് ഫ്ലവർ ചെയ്തത്. പിന്നെ ഒരു 12 വർഷം കഴിഞ്ഞിട്ട് അത് ഫ്ലവർ ചെയ്തിട്ടുണ്ടാവും. സോ ഈ 12 വർഷം കൂടുമ്പോൾ മാത്രം ഫ്ലവർ ചെയ്യുന്നത് അതിൻ്റെ ഫ്ലവർ നീല കളറാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് വന്നത് തന്നെ നീലക്കുറിഞ്ഞി. നമുക്ക് നമ്മുടെ കേരള അല്ലെങ്കിൽ കർണാടക തമിഴ്നാട് ഏരിയയിലെ ഹില്ലി ഏരിയാസിലൊക്കെ ഹില്ലി ഏരിയാസിൽ മുഴുവൻ ബ്ലൂ സ്ട്രെച്ചസ് ആയിട്ട് ഈ സീസണിൽ ഈ ഫ്ലവർ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിടക്കും. ആ സമയത്തൊക്കെ ഈ ഏരിയയിൽ ഈ ഹില്ലി ഏരിയാസ് ഓഫ് തമിഴ്നാട് കർണാടക കേരളയിലൊക്കെ ഏറ്റവും സീസണൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറണം.
അതൊരുപാട് നമ്പർ ഓഫ് ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന സമയമാണ് ഈ നീലക്കുറിഞ്ഞി അല്ലെങ്കിൽ സ്ട്രോബിലാന്തസ് കുന്തിയാന പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർഷത്തിൽ 12 ഇയേഴ്സ് കൂടുമ്പോൾ മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ലാസ്റ്റ് സെപ്റ്റംബർ ടു ഒക്ടോബർ 2006 ഓൾമോസ്റ്റ് ഇത് ഫ്ലവർ ചെയ്ത്, പിന്നെ ഒരു 12 ഇയേഴ്സ് ആകുമ്പോൾ 2018 അത് ഫ്ലവർ ചെയ്തിട്ടുണ്ടാവും. സോ അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അത്രയും നീല കളർ ഇങ്ങനെ ഒരു ഹില്ലി ഏരിയയിൽ ഇങ്ങനെ ഭംഗിയായിട്ട് കിടക്കണ കാരണം ഒരുപാട് നമ്പർ ഓഫ് ടൂറിസ്റ്റുകളെ അത് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസായി മാറും. ഇതാണ് മോണോകാർപ്പിക്കിൽ വരുന്ന പ്രത്യേകത. ഓൺലി വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം ഫ്ലവർ ചെയ്യണ പ്ലാന്റ്സുകൾ. ഇനി അടുത്തത് വേറൊരു ടൈപ്പ് ഓഫ് ഫ്ലവറാണുള്ളത്. പ്രത്യേകത പോളികാർപ്പിക് എന്ന് പറയും.